ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗോവ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സ്റ്റാർട്ട്. ഗൈസ്, ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളു അല്ല, ഇനി അങ്കിളും ആൻറ്റിയും കൂടെ ഉണ്ട്, പിന്നെ ഞാനും. ഫാമിലി ഫുള്ളില്ല. ഇതാണ്ട് അങ്കിളും, സോറി, ഇതാണ് അങ്കിളും ആൻറ്റിയും. ഗൈസ്, ഞങ്ങളുടെ കൂടെ ഒറ്റയ്ക്കൊരാണേ ഉള്ളു, എല്ലാം അറിയാമെന്ന് വിചാരിക്കും. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി സീറ്റൊക്കെ സെറ്റാക്കി എല്ലാവരും ചായ കുടിക്കുവാണ്. ഞങ്ങൾ കയറി 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ചായ കൊണ്ടുവന്നു. അങ്ങനെ ചായ ഞങ്ങൾ വാങ്ങിച്ച് കുടിച്ചു. ഗൈസ്, ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാം. കോഴിക്കോട് ഹൽവ വാങ്ങിച്ച് കോഴിക്കോട് എത്തിയപ്പം ഇപ്പം എല്ലാവരും അത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. പല കളറുകളുണ്ട്. രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവുക, ചപ്പാത്തി ഉള്ളത്. പിന്നെ ഞങ്ങളൊരു പുതിയ കോമ്പിനേഷൻ ട്രൈ ചെയ്യാൻ പോവുക, ചപ്പാത്തി പ്ലസ് ജാമ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടോ, കൊള്ളാമെങ്കിൽ പറയാം. അതൊന്നും കാണിക്കണ്ട. കഴിച്ചോ? കൊള്ളാവോ? കൊള്ളാവോ? സൂപ്പർ. ചപ്പാത്തി പ്ലസ് ഗൈസ്, ചപ്പാത്തി പ്ലസ് ജാം സൂപ്പർ കോമ്പിനേഷൻ. ഇത് ഉത്ഭവിച്ചത് ഇവിടെ നിന്നാണ്. ബ്രെഡും ജാമിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട്. ഇതും ബീഫ് ഇറച്ചി അല്ല, ബീഫ് ഇറച്ചി, ബീഫ് അച്ചാറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, ചപ്പാത്തിയും ജാമും. നിങ്ങളെയൊക്കെ നോക്കി. ഞങ്ങൾ ഗോവയിലെത്തി. അങ്ങനെ ഫൈനലി ഞങ്ങൾ റൂമൊക്കെ ഒരുവിധം സെറ്റാക്കി. അവിടെ എല്ലായിടത്തും ഭയങ്കര റേറ്റായിരുന്നു. നമുക്ക് അഫോർഡബിളായിട്ട് ഇവിടെ മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല റൂമായിരുന്നു. ഗൈസ്, ഞങ്ങൾക്കപ്പോൾ ഒരു റൂം കിട്ടി. അത്യാവശ്യം നല്ല റൂമാട്ടോ, നല്ല സൂപ്പറാണ്. റെയിൽവേ സ്റ്റേഷനിൽ 2 മണിക്ക് വന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു. അങ്ങനെ 5 മണിക്ക് ശേഷം ഞങ്ങൾ 5 മണി കഴിഞ്ഞ് ഞങ്ങൾ 6 മണിക്ക് ആയപ്പോഴത്തേന് അവിടെ ടാക്സി ഒക്കെ നോക്കാനായിട്ട് ചെന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ടാക്സിയിലല്ല, ഞങ്ങൾ വന്നത് ബസ്സിലാണ്. ഒരു ദിവസം റെസ്റ്റ് എടുക്കണം, ഒട്ടും വയ്യ, ട്രെയിൻ യാത്ര എല്ലാം കൂടെ കൊണ്ട്. പക്ഷേ റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. റൂം നല്ല റൂമാണ്, ഒരു പ്രോബ്ലം ഇല്ല. 1 2 3 4 ബെഡ്, ഒരു ചെറിയ സിംഗിൾ ബെഡും ഉണ്ട്. അപ്പോൾ അധികം കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഫ്രഷായിട്ട് ഞാൻ ഇപ്പോൾ വന്നിരുന്നതേ ഉള്ളൂ. ഇനി ഇവർക്കൊക്കെ ഫ്രഷ് ആവണം. എല്ലാവരും ഫ്രഷ് ആവുന്നതിൻ്റെ തിരക്കിലാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാണ് 2 ബെഡ്. ഇതൊരു ബെഡ് ഫുള്ള് കുളവാട്ടോ. ഇപ്പോൾ വന്നതേ ഉള്ളൂ, അതുകൊണ്ടത് പിന്നെ കാണിക്കാം. പക്ഷെ അത്യാവശ്യം നല്ല റൂം. TV ഉണ്ട്, പക്ഷെ നമ്മുടെ മലയാളം ഒന്നുമില്ല കേട്ടോ. വൈഫൈ ഉണ്ട്, പക്ഷെ പാസ്വേഡ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് റൂം. ബാത്റൂമൊക്കെ നല്ല കേട്ടോ. പിന്നെ ബാൽക്കണി ഉണ്ട്, ഒരു ബാൽക്കണി ഉണ്ട്, കാണിച്ചു. ഇതാണ് ബാൽക്കണി. ഓക്കെ, ഞങ്ങളങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇവിടെ എല്ലാം അലങ്കോലമാണ് ഗൈസ്. ഞങ്ങളെല്ലാം വന്നതേ ഉള്ളൂ. എല്ലാവരും ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് പൂരിയും വെള്ളക്കടലക്കറി ഉണ്ടല്ലോ, അതുമായിരുന്നു. കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ളതായിരുന്നു. ഹായ് ഗൈസ്. ഓക്കെ പ്ലെയിൻ കാണിച്ചു കൊടുക്കാൻ നേർക്ക്. ഗൈസ്, ഇവിടെ ഭയങ്കര ശബ്ദമാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് വ്യക്തമാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇപ്പം 11:30 ഉറങ്ങാൻ തുടങ്ങിയതാണ്. 3:30 എണീറ്റ് ഇപ്പം റെഡിയായി പുറത്തു പോകാനായിട്ട് പോവുക കേട്ടോ. ജസ്റ്റ് ഇനി എന്തൊക്കെ കാണാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എല്ലാം വീഡിയോയുടെ ഓരോ ക്ലിപ്പായിട്ട് കൊടുത്തേക്കാം. ശബ്ദം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇവിടെ എന്തോ പണി നടക്കുക. അപ്പോൾ ഇനി ചായയൊക്കെ കുടിക്കണം, പിന്നെ എവിടെയെങ്കിലും കറങ്ങാൻ പോകാം. കാണിച്ചു തരാം. മടുത്ത് ഉറങ്ങിയും വയ്യ, ഉറങ്ങിക്കോളാൻ വയ്യ, ഉറക്കം കൂടി തീരുന്നതുമില്ല. അപ്പോൾ ബാക്കി ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലെയിൻ കാണിച്ചു തരും. ഹായ്.
ഓക്കെ ഹായ് ഹലോ യോയോ കപ്പിൾസ് ആ ഫോട്ടോ എടുക്കണോ ആയിട്ട് ഇവിടുത്തെ പീപ്പിൾസ് എല്ലാം ഗോവ പീപ്പിൾസ് ആയി ഇറങ്ങി നോക്കട്ടെന്ന് അമ്മ ഇങ്ങോട്ട് നോക്കേ ഓക്കെ ഗൈസ് ഗൈസ് പ്ലെയിൻ അൺഎക്സ്പെക്ടഡ് സ്റ്റാർട്ട് അവരെല്ലാം ക്ഷീണിച്ചു പോയി തിരക്കില്ലേ ജാക്കറ്റ് വേണം അടിപൊളിയത് അത് വേണം സെറ്റ് കട്ടൻ ചായ ഒപ്പിച്ച് കൊടുത്തില്ലേ भैया भैया बोलो भैया हाउ मच रुपीस एक बॉन्ड ഇംഗ്ലീഷ് മതിയല്ലേ സ്റ്റീവ് പറഞ്ഞല്ലോ നീന്തോ ഷീസ് മൈ ഫ്രണ്ട് ഷീസ് മൈ ചൈൽഡ് ഫുഡൊക്കെ പോന്നടി ഫുഡ് ചൈൽഡ് ഫുഡ് ഗൈസ് ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് തിരിച്ച് റൂമിൽ പോകാൻ പോവാം ബൈ നടക്കാൻ പോവാം ഞങ്ങൾ റൂമിലെത്തി അയ്യോ വയ്യ നടന്ന് വയ്യ ഗൈസ് അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു. പക്ഷേ ഇതൊന്നും അത്ര രസമില്ലായിരുന്നു, എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയില്ല, എന്തൊക്കെയോ ഒരു ഫുഡ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ബാക്കി വീഡിയോ നാളെ വരുന്നതായിരിക്കും.